ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഓശാന പാടുന്നവരെല്ലാം നേതൃത്വം ഞാൻ പാടുന്നില്ല ചേട്ടാ ലാലേട്ടെന്ന് പറഞ്ഞ എന്താ ഞാൻ പാടിയ ശരിയാവത്തില്ല ആര് പറഞ്ഞു ഏറ്റവും കൂടുതൽ മോഹൻലാലിന് വേണ്ടി വാദിച്ച വക്കീൽ ഞാൻ അത് മോഹൻലാൽ ഇന്നും അറിഞ്ഞുകൂടാ പറഞ്ഞു വേണുവിൻ്റെ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാണ് വേണുവിനെ പഠിച്ചത് ഞാൻ തുല്യമായ റോള് എനിക്ക് എന്നോടൊപ്പം ഇത്രയുമാണ് ഞാൻ ചെയ്തു കൊടുത്തത് ആർക്ക് വേണുനവളിക്ക് വേണുനവളി എനിക്കെന്ത് തോന്നുന്നു സാർ ഞാൻ തൽക്കാലം വന്നത് ഷാനവാസിനെ വെച്ച് ഒരു പടം ചെയ്താക്കണമെന്ന് ആഗ്രഹമുണ്ട് പുള്ളി അക്ഷരാർത്ഥം ഞെട്ടി എന്നുള്ളതാണ് കമലഹാസൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഈസ് വെരി സെൽഫിഷ് അവിടെ ഞാനും മനയമ്പള രാജ്യം കൂടെ ജീവിതത്തിൽ നിരാശ വന്നിട്ട് വിഷം കഴിക്കും ആത്മഹത്യ ചെയ്യാൻ 7 സ്വരങ്ങൾ എൻ്റെ ബാലേന്ദ്രൻ്റെ സിനിമയിലെ പാട്ടുകളിൽ ദ ബെസ്റ്റ് സോങ്ങാണെന്ന് വെച്ചാൽ അതേ പറയുള്ളത് പക്ഷെ അതിൻ്റെ പിറവിക്കും പിറയിൽ ഒരുപാട് കഥകളുണ്ട് പുതുമകളെ സ്വീകരിക്കുന്നവർക്ക് പുതിയത് തന്നെ വേണം അതിന് സ്വയംവരയും വേണം സ്വയംവര സിൽക്സ് പുതിയതാണ് വരദ അതായത് വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ്റെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് മോശമാണേ പറയും എന്നുള്ളതല്ലാതെ അങ്ങനെ ഇങ്ങനെ ഒരു ഇന്ന പടം ഇഷ്ടമാണ് ഇഷ്ടക്കേട് അങ്ങനെയുള്ള അങ്ങനെ അവൾ പറഞ്ഞായിട്ട് ഒരു ബുദ്ധിപരമായ ചർച്ചയ്ക്കൊന്നും വന്നിട്ടില്ല മോശം സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മോശമാണെങ്കിൽ ഉറപ്പിട്ട് പറയും അങ്ങനെ ഏതെങ്കിലും പറഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞു അത്ര മോശം ഞാൻ എടുത്തിട്ടില്ല അത്ര മോശം വേണ്ടേ ഒരുമാതിരി സഹിക്കാവുന്ന അവിടെ എടുത്തിട്ടുള്ളൂ നമ്മൾ പിന്നെ ആവർത്തനങ്ങൾ കാണുമ്പോൾ പറയും മറ്റേ സീൻ പോലെയാണ് അതൊക്കെ നല്ല ബ്രെയിനിയാണ് പിന്നെ ഞാൻ ഒരുപാട് അവർ പറയുന്ന വഴിയെ പോയാൽ എനിക്ക് ഒറ്റ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വഴിമാറി അറിയണം അല്ല എല്ലായ്പ്പോഴും ഈ ട്രെൻഡുകൾക്ക് പുറകെയോ അല്ലെങ്കിൽ അന്നത്തെ പിന്നെ വാണിജ്യ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പുറകെ ഒന്നും പോകാത്ത ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടൻ പല സിനിമയുടെ പല മാമൂലികളെ അല്ല അത് ഞാൻ വേറെ കാര്യം പറയാം സുഹൃത്തെ തീരില്ല നമ്മൾ പറഞ്ഞാൽ അതായത് ഞാനൊരു രാഷ്ട്രീയ സിനിമ എനിക്ക് വേണം തോന്നുക എന്തുകൊണ്ടായി വൈക്കാണ്ട് മേക്ക് എ ഫിലിം ബേസ്ഡ് ഓൺ കറൻറ്റ് പൊളിറ്റിക്കൽ സെനാറിയോ എന്നൊരു ചിന്ത ആദ്യം നമ്മുടെ മനസ്സിൽ വരും ഒരു മിസ്റ്റീവായിരിക്കും പിന്നെ അന്വേഷണം അപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്കത് വേണം താനും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സമീപിക്കുന്നു രാഷ്ട്രീയത്തിലുള്ളവർ നമ്പർ 1 കാർത്തികേയൻ സെക്കൻഡ് എം എം ഹസൻ മനസ്സിലായില്ലേ അത് ചെറിയാൻ ഫിലിപ്പ് ഇനി ഒരാളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഇത്രയും പേരോട് ചേർന്ന് നിന്നിട്ടാണ് ക്ലൈമാക്സ് അതിൻ്റെ എല്ലാവരും ഇൻവോൾവാണ് ഉച്ചയ്ക്ക് 2 മണി 2:30 മണി ആയി കഴിഞ്ഞു ശശീന്ദ്രന് വിശക്കുന്നു ഭയങ്കരമായിട്ട് അപ്പോൾ പറഞ്ഞു പക്ഷെ വേനൻ പിന്നെ മണി എത്രയാണ് നോക്കിയായിരുന്നോ എന്തോ 2:30 3 മണിയാവുന്നു ഞങ്ങളെല്ലാം സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നയമൊന്ന് വ്യക്തമാക്കണം അവിടെ നിന്ന് ടൈറ്റിൽ വരികയാണ് നയം വ്യക്തമാക്കും അതിലെനിക്കൊരു പങ്കുമില്ല അതൊക്കെ ചേട്ടൻ്റെ സിനിമകളുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാട്ടുകളാണ് അതെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ഗംഭീരം അന്നും ഇന്നത്തെ തലമുറയും ഒരുപക്ഷെ നാളെയും ചൊല്ലുന്നൊരു പാട്ട് 7 സ്വരങ്ങളും എന്ന് പറയുന്ന പാട്ടാണ് ആ പാട്ടിൻ്റെ പിറവി ഒരു വല്ലാത്ത സംഭവമാണെന്ന് കേട്ടിട്ടുണ്ടോ എന്തായിരുന്നു അത് 7 സ്വരങ്ങൾ എൻ്റെ ബാലേന്ദ്രൻ്റെ സിനിമയിലെ പാട്ടുകളിൽ ദ ബെസ്റ്റ് സോങ്ങാണെന്ന് വെച്ചാൽ അതേ പറയുള്ളൂ അതെ പക്ഷേ അതിൻ്റെ പിറവിക്കും പിറയിൽ ഒരുപാട് കഥകളുണ്ട് ആദ്യം ചിരിവചരിക്കകത്ത് ഞങ്ങളൊരു പാട്ട് കമ്പോസ് ചെയ്തു ബിച്ചു രവീന്ദ്രനാണ് ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ അതിൻ്റെ കോൺടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാനും മനയമ്പള രാജ്യം കൂടെ ജീവിതത്തിൽ നിരാശ വന്നിട്ട് വിഷം കഴിക്കും ആത്മഹത്യ ചെയ്യാൻ പക്ഷെ വിഷത്തിനകത്ത് മായം അതുകൊണ്ട് ചാവത്തില്ല അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളത് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായി ഷൂട്ട് ചെയ്ത ദിവസം വൈകുന്നേരം ബിച്ചുവിന് നെഞ്ചുവേന അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ബിച്ചു അതോടെ പേടിച്ചു ആ പാട്ട് വയ്ക്കരുതെന്ന് പറഞ്ഞു ആ പാട്ട് വേണ്ട അതെനിക്ക് പേടിയാവും ഞാൻ നല്ല പാട്ടാണ് വെച്ചു അത് വേണ്ട ആ പാട്ട് വേണ്ട നമുക്ക് വേറെ പാട്ടുണ്ടാകും അങ്ങനെ ആ പാട്ടിനെ ഒഴിവാക്കിയിട്ട് വേറൊരു പാട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ഞാൻ വെച്ചു രവീന്ദ്രൻ
വേണുനാവലിയുണ്ട്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് ഏഴ് സ്വരങ്ങൾ. ഈ പാട്ട് കമ്പോസ് ചെയ്ത് റെഡിയാക്കി വെച്ചു രവീന്ദ്രൻ. അത് ദാസേടൻ ഭയങ്കര തിരക്കാണ് ഈ ഹിന്ദി പാട്ട്. പുള്ളി അന്ന് രാത്രി വരുന്നു, ഇവിടെ ഒന്ന് പാടിയിട്ട് ഇവിടെ തിരിച്ചു പോകണം. ഞാൻ നിൽക്കുമ്പോഴാണ് എല്ലാ സ്റ്റുഡിയോ ചെയ്തത്. പുള്ളി ഭയങ്കര ടയർഡാണ്. വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ രവീന്ദ്രൻ വലിയ പ്രതീക്ഷയിൽ ഈ പാട്ടും കിട്ടും. അതായിട്ട് ദേഷ്യവും. ഈ പാട്ട് ഇങ്ങനെ അല്ലത്, ശരി, ഒറിജിനൽ ഇതല്ല, ഒറിജിനൽ വേറെയാണ്. ഇനിയും മേളിലോട്ട് കയറണം. അവസരം വയ്യ. അവസരം എല്ലാം താഴെ പിടിച്ചിട്ടു. ശരിയൊന്നും സഹിക്കുന്നില്ല. ഞാൻ കണ്ടോണ്ടിരിക്കുക. അത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ മതി. അങ്ങനെ ആക്കി അതും പുള്ളികളെ കോൺസെപ്റ്റാക്കി. റെക്കോർഡിങ് കഴിഞ്ഞാൽ നേരത്ത് രവീന്ദ്രൻ തലക്കടിച്ചിറങ്ങുക. ഷോ നശിപ്പിച്ചു. ഞാൻ കേട്ടത്. എന്നിട്ടും ആ പാട്ട് ഇത്രയും പേര് ഇതായത് നിത്യ യൗവനമായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ അല്ലേ, അതിൻ്റെ ഒരു ആത്മാവിന് വേറൊരു ശുദ്ധിയുണ്ട്. അതൊരു വിധി. ആ ഒറിജിനൽ ശരിക്കും കേട്ടിട്ടുണ്ടോ? അയ്യോ വല്ലാത്ത ആണല്ലേ. പുള്ളിക്ക് വയ്യ, ക്ഷീണം ഒക്കെ. നമ്മുടെ ആരോഗ്യം നേരെ നിൽക്കണ്ടേ. അതെ. എന്നിട്ട് അപ്പഴത്തെ ആൾക്കാർ എടുത്തില്ലേ. അതിന് അത് ഇത് തൂക്കിയെടുത്ത് ഞാൻ ഷൂട്ടിങ് കൊണ്ടുപോയപ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് വയറിളകാൻ പിടിച്ചു. ശരിയായി ദേഷ്യം. എവിടെ പോകണമെങ്കിൽ ആദ്യം ടോയ്ലറ്റ് ഉണ്ടെന്നാണ് ടെൻഷനാണ്. അങ്ങനെ ഈ പാട്ട് വേണ്ടാന്ന് കാണിച്ചു. ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചു. ഇരുത്തി കൊല്ലുക PG എന്നും ആ പാടാൻ എന്തായി. അവസാനം ഞാൻ പിരായി തീർത്ത പാട്ടാണ്. ആ പാടും മണം കൊണ്ടുടങ്ങി കുത്തി തീർത്താൽ മതി. എനിക്കും ആ പാട്ടിൻ്റെ Picturization ഒരിക്കലും പോരാ. പക്ഷേ അവിടെ എനിക്ക് കിട്ടിയ പ്ലസ് അതിന് മ്യൂസിക് ഡയറക്ടർ മാത്രം പറഞ്ഞു, ബാലേന്ദ്ര നിങ്ങൾ ചെയ്ത് കറക്റ്റാണ്. നിങ്ങൾ ശ്യാമശാസ്ത്രികളൊന്നുമല്ല, നിങ്ങൾ റോഡിൽ പൊറിക്കുകയാണ്. നിങ്ങൾ പാടി അങ്ങനെ ഇരിക്കും, കൊണ്ടൊക്കെ മടങ്ങി കുത്തി കറക്റ്റാവും. എങ്കിലും മനെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നിയിട്ടുണ്ടല്ലേ? ഇല്ല, മറ്റേ സ്ഥിരതല്ലേ, അതൊന്നും ഞാൻ പോയില്ല. അല്ല, പിന്നീടുമുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് വീടുകളിലെല്ലാം താരാട്ട് പാട്ടായിരുന്നു, കൺമണി പൊന്മണി എന്നുള്ള പാട്ട്. അത് എല്ലാവരും അത് പാടുമായിരുന്നു, കുട്ടികളെ ഉറക്കാനായിട്ട്. അതെ അതെ. കോന്നിയൂർ ഫാസിറ്റ് അങ്ങനെ പോയി. അതെ, കണ്ണൂർ രാജനാന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ ഒരു? അയ്യോ അത് രസമായിരുന്നു. ഫാസ്റ്റ് നമ്മുടെ ആളായത് കുഴപ്പമില്ലാതെ പോയി. അതിനകത്ത് ഉണ്ട് പ്രശ്നമുണ്ടായത്. അതിനകത്ത് നോക്കിയാൽ അറിയാം. ആ പാട്ടിനകത്തും എൻ്റെ ഒരു സാഹസമുണ്ട്. പൂർണ്ണിമയുടെ ഡേറ്റിലായിരുന്നു ആ പാട്ടിട്ട് കണ്ടുപോകണത്. 1-2 ഹെർട്ട് മാത്രമേ കമ്പനേഷൻ പൂർണ്ണിമയുടെ. എല്ലാം ബാക്കി പാവച്ചരിച്ച് പാവയാണ് മെയിൻ. എപ്പോഴും എല്ലാവരും പറഞ്ഞത് ചേട്ടനോട് സെറ്റി വന്നിരുന്നാണ് ഡയലോഗ് പറഞ്ഞു. എങ്ങനെയാ ഇത്രയും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള? അതൊക്കെ ഇൻവോൾവ് ആവുന്നത് അല്ലേ. 24 hours അതിൻ്റെ വേറെ ചിന്തയില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ. എന്താ ഊണിൻ്റെ ഉറക്കത്തിൽ അതൊക്കെ എനിക്ക് വലിയ പ്രശ്നം. പെട്ടെന്ന് വരും അല്ലേ. ഞാൻ എഴുതി വെക്കാറേ ഇല്ല. ഓൺലൈൻ ഉണ്ടാവും. അയ്യോ ഉറപ്പായിട്ടും ഓൺലൈൻ ഭദ്രമായിരിക്കും, തൊടാൻ പറ്റത്തില്ല. അതിന്റെ മേളിലാണ് ഇതല്ല. അതിന് പ്രത്യേകം ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇംപ്രൈസ്. അത്ഭുതമാണ്. അത് എളുപ്പമാണ്, എളുപ്പമാണ് ആണല്ലേ. വന്നു പോകണ്ടേ. ഏറ്റവും പെട്ടെന്ന് എഴുതിയൊരു തിരക്കഥ ഏതായിരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല, നിമിത്തമാണ്. അതാണ് കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് നോക്കിയ P. ജയചന്ദ്രൻ. അതെ, ജയചന്ദ്രനായിട്ട് ഭയങ്കര ആത്മബന്ധം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ചേട്ടൻ. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ പാടി. ഒരുപാട് എല്ലാം നല്ല പാട്ടല്ലേ. അതെ അതെ, നല്ല പാട്ടല്ലേ. അതെ. അങ്ങനെയാണോ ജയചന്ദ്രനെ കൊണ്ടുവരുന്നത് സിനിമയിലേക്ക്? അതെ, ഞാനും ജയചന്ദ്രൻ നല്ല വൈബിങ് ആയിരുന്നു. മലയാള സിനിമയിൽ ഒരു സംശയരഹിതമായിട്ട് പറയാം, അങ്ങനെ ഒരു സിനിമാ ചരിത്രമുണ്ട്. ബാലചന്ദ്രൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. പക്ഷെ അത് തമിഴിലേക്ക് ഒരിക്കൽ പരിചയപ്പെട്ടു. അമ്മയാണ് സത്യം എന്ന് പറയുന്നൊരു സിനിമ ഇവിടെ ഭയങ്കര വിജയം നേടി. 100 ദിവസം 50 ദിവസത്തിന് മേളിൽ ഇവിടെ തിയേറ്ററിൽ കൂടി ഭയങ്കര ആനി എന്ന് പറയുന്നൊരു നായികയെ കൊണ്ടുവരുന്നു. ഇത് തമിഴ് റീമേക്ക് ചെയ്യാൻ നടന്നില്ല.
കമലഹാസനായിരുന്നു ആ സിനിമ അതെ. ചെയ്തത്. പൂജയൊക്കെ ഇപ്പോഴും അന്നത്തെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ പൂജയായിരുന്നു അത്. അതെ. ഷൂട്ടിംഗ് നടന്നു 10 ദിവസം ആ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു? എറണാകുളത്ത് ഷൂട്ട് ചെയ്ത് 10 ദിവസം വർക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകാവുന്ന എനിക്ക് തോന്നുന്നു അസുഖകരമായ ചില പ്രവണതകളുണ്ട്. ആ സമയത്ത് അവിടെ ക്രേസി മോഹൻ എന്നൊരു ആളും ഒരു 3-4 വിളിച്ച് ചേർന്ന് സെറ്റ് വന്നു. സെറ്റ് വന്നപ്പോൾ അവർ കാണുന്നത് കമലഹാസൻ അഭിനയിക്കുന്നു, പെണ്ണാണായിട്ട് അഭിനയിക്കുന്നു. അവിടെ ഒരു ഡിസ്കഷൻ നടന്നു. അവർക്കല്ലേ സ്കോർ ചെയ്യാൻ പറ്റും, നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇടുവച്ചു എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്ത വന്നു. ആ ചിന്തയുടെ എക്സ്റ്റൻഷനാണ് അവേഷമുഖി. ഇത് ക്യാൻസൽ ചെയ്തിട്ട് കൂടി അത് ചെയ്തു. എന്തെങ്കിലും പറഞ്ഞോ റീസൺ? എന്ത് പറയാൻ, അതിലൊന്നും അതിൽ യാതൊരു സെൻറ്റിമെൻസും ഇല്ല. അല്ല, ഈ ഷൂട്ടിംഗ് ഇങ്ങനെ 10 ദിവസം നടക്കുന്നു. പറഞ്ഞുതരാം. അതിൽ പഠിച്ചൊരു പാഠമാണത്. അടി കൊണ്ടാലും മോതിരമിട്ടാക്കി കൊണ്ട് കൊള്ളാമെന്ന് പറഞ്ഞതാണ്. ഈ പടത്തിൻ്റെ തമിഴ് രൂപാന്തരം എടുത്തത് ഒരു വിഗ് മേക്കറാണ്. അയാൾക്ക് ആ വിലയേ ഉള്ളൂ. ഒരു വിഗ് മേക്കറാണ് പ്രൊഡ്യൂസർ. കമലഹാസൻ അയാളെ വിളിച്ചു, അയാൾക്ക് സംഭവം കൊടുത്തു, ഇത്രയും കാര്യം കൊടുത്ത് പറഞ്ഞു വിട്ടു. അയാൾ പറഞ്ഞു, അതിൽ മറ്റോ ഒതുക്കി. ബാനറാരും ഇല്ലേ, അതിൽ പഠിച്ച ഒരു പാഠമാണ് ഞാൻ അങ്ങോട്ടും കൂടി പടം ചെയ്തത്. ആ ദേഷ്യം കമലഹാസനോട് ഇപ്പോഴും ഉണ്ടോ? ഞാൻ കാണിക്കാറില്ല. പക്ഷെ കമലഹാസൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഈസ് വെരി സെൽഫിഷ് അവിടെ. എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ ഇത്? ഇല്ല. എന്ത് വൈ ഷുഡ് വി ക്രൈ ഓൺ സ്പിൽറ്റ് മിൽക്ക്? അയാളുടെ സ്വഭാവം അതാണ്. ഈ ഒരു മോശം അനുഭവമാണോ പിന്നീട് തമിഴ് സിനിമകളൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്? മറ്റത് ഞാൻ ചെയ്യാനായിട്ട് പോയത് ഈ കമലഹാസൻ ഇങ്ങോട്ട് വന്നതാണ്. അതെ അതെ. കമലഹാസൻ ഇങ്ങോട്ട് വന്ന് ഭയങ്കര കോപ്പറേഷൻ എൻ്റെ അടുത്ത്. അയാൾക്ക് ഇത് വന്നപ്പം അയാൾക്ക് അങ്ങനെ തോന്നി ഞാൻ തന്നെ ചെയ്തേക്കാം. അയാൾ ആർട്ടിസ്റ്റാണല്ലോ, എന്തിനാ അവൾ ഷൈൻ ചെയ്യുന്നു, ഞാൻ ചെയ്താൽ പോരെ. അങ്ങനെയൊക്കെ വരുമല്ലോ എന്തായാലും പ്രചോദനം. പിന്നീട് അപേക്ഷണമി കണ്ടപ്പോൾ ഇയാളത് ചെയ്ത് നന്നായി എന്നൊരു തോന്നലെങ്കിലും ഉണ്ടായോ? അല്ല, അയാൾ ഒരു ആർട്ടിസ്റ്റാണല്ലോ. മറ്റേ ആൾ ചത്തും പോയി, ക്രേസി മോഹൻ. ഓരോരുത്തരും അതും ചെയ്തിട്ട് ചത്തു പോകും, ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ഈ താരപുത്രന്മാർ അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലേ? എല്ലാവരുടെയും പുത്രന്മാരിന്ന് അഭിനയിക്കുന്നുണ്ട്. സുകുമാരൻ്റെ മക്കളുണ്ട്, ലാലേൻ്റെ, മമ്മൂക്കയുടെ, ജയറാമിൻ്റെ എല്ലാവരും വരുന്നു. പക്ഷേ ഇതൊന്നും ആലോചിക്കാതിരുന്നത് കാലത്ത് അന്നത്തെ എല്ലാം ഇന്ത്യൻ സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്തിരുന്നു, പ്രേമഗീതങ്ങൾ എന്ന് പറയുന്നു. ശരിക്കും അതും നേരത്തെ പറഞ്ഞ മാമൂലിനെ തോപ്പിച്ച ഒരാളാണ്. അതെന്താണ് അദ്ദേഹത്തിനെ കൊണ്ടൊരു സിനിമ ചെയ്യണം എന്നൊരു തോന്നൽ വരാൻ കാരണം? അതിന് പ്രത്യേകിച്ച് കാരണം വേണോ? ആട് കിടന്നിടത്ത് കൂടെ കാണാതിരിക്കും. എന്തർത്ഥം? ആട് കിടന്നിടത്ത് കൂടെ കാണാതിരിക്കും. നമ്മളാ കൂടെ നോക്കി. നസീസാൻ അറിയാം എന്താ പറയുന്നറിയാമോ? അതായത് അത് രസമാണ്. നസീസാറിനെ ഞാനിങ്ങനെ ഷാനവാസിനെ പടത്തിലിടണം എന്ന പ്ലാൻ, ഇതൊക്കെ ഓരോ നമുക്ക് തോന്നുന്ന കുശലതയാണ്. ആദ്യം ഒരുപാട് എതിർത്തു. അത് മോഹൻലാൽ ഇട്ടപ്പോഴും എതിർത്തിട്ടുണ്ട്. മോഹൻലാൽ പിന്നെ എത്ര പേര് എതിർത്തത്? പ്രൊഡ്യൂസറാണോ? സിനിമാ രംഗത്തുള്ളവരാണ്. ഞാൻ ഇല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്, അയാളുടെ ശരീരഭാഷ എനിക്ക് ഇഷ്ടമായി, ഈ ക്യാരക്ടറിന് അയച്ചാൽ. എന്നാൽ നിങ്ങൾ ഇയാളെ കാണുന്നത് മമ്മൂട്ടിയെ കാണുകയായിരുന്നു. സംഘർഷം സിനിമ കണ്ടു, ഞാൻ മമ്മൂട്ടിയെ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ക്യാരക്ടറിന് ഇയാൾ തന്നെ വേണം. അങ്ങനെ അത് മോഹൻലാൽ അറിയില്ല, എനിക്ക് പറയണം. അയാൾക്ക് വേണ്ടി ഇത്രയും ശക്തമായിട്ട് ബാധിച്ച ഒരു സംവിധായകൻ ബാലേന്ദ്രമേനൻ. അത് കഴിഞ്ഞ വായിക്കേണ്ടി വരുന്നത്. തീർച്ചയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രങ്ങൾ കഥാപാത്രമാണ്. അതെ. പിന്നെ പാട്ട് ആദ്യത്തെ ഞാൻ പാടുന്നില്ല ചേട്ടാ, ലാലേണ്ടെന്ന് പറഞ്ഞ എന്താ ഞാൻ പാടിയ ശരിയാവത്തില്ല. ആര് പറഞ്ഞു? നിങ്ങൾ പാടണം, നിങ്ങൾ എന്നാൽ ലിപ്പ് വേണ്ട ചേട്ടാ. ഞാൻ ലിപ്പ് വേണം. എൻ്റെ മമ്മി കൊണ്ടുപോകാൻ ലാലിനെ ഇപ്പം ഞാൻ പറയാം. ഇപ്പം ചോദിക്കട്ടെ, പിന്നെ ഞാൻ ഈ താങ്ങാനൊന്നും മാറുന്നുമില്ല. അതും പണ്ട് നമുക്ക് അതിനോട് എപ്പോഴും പറഞ്ഞുണ്ടോ. എനിക്ക് അയാളെ ഇഷ്ടമായി. ഇപ്പം എന്തേ പറ്റും? ആ ക്യാരക്ടറിന് അയാൾ ആപ്റ്റാണെന്ന് തോന്നി അയാളെ കാസ്റ്റ് ചെയ്തു. അത് പ്രത്യേക കാരണമല്ല ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടാൻ മോഹൻലാൽ? അല്ല, മൊത്തത്തിലെ ശരീരഭാഷ എനിക്ക് ഇഷ്ടമായി. ഈ ക്യാരക്ടറിന് അടകുഴമ്പൻ കണ്ടുപിടിയതിന് പറ്റിയ ക്യാരക്ടറാണ്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ പിന്നെ സമ്മതിച്ചോ?
സമ്മതിക്കുന്ന അവർ തമ്മിൽ പിന്നെ ചേഴ്സ് തുടങ്ങിയിട്ട് കമ്പനി വെള്ളത്തിൽ കിടന്ന്. അപ്പൊ ആളെ വ്യക്തമായി. പിന്നെ പ്രൊഡ്യൂസർ ആദ്യം പറഞ്ഞുതരാം, ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഓശാന പാടുന്നവരെല്ലാം നേതൃത്വമാണ്. അന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ വ്യക്തിയില്ല. ഞാൻ, നെടുമുടി വേണു, മോഹൻലാൽ, 3 പേർ. ഇതിൽ ഞാൻ നടനായല്ല, എന്നുവെച്ചാൽ ഞാൻ എല്ലാം കൂടെ ചേർന്നാണ്. പിന്നെ ഇത് മോഹൻലാലും നെടുമുടിയുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നെടുമുടിയാണ് അന്ന് നമ്പർ 1. അന്ന് ഞാനീ പറഞ്ഞ സമയത്ത് ഹീറോ ആണ് അയാൾ. പ്രൊഡ്യൂസർ രാജു മാത്യു, സെഞ്ചുറി ഫിലിംസ്. ഞാൻ ചെറുപ്പമാണ്, ഈ നെടുമുടിയുടെ വണ്ണമൊന്നുമില്ല. എനിക്ക് കളിക്കാനായിട്ട് ഞാൻ ഷർട്ട് കോക്കും വീഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു, കളിക്കുന്നു ലാലിൻ്റെ കൂടെ. നെടുമുടി വേണുവിന് പറ്റിയ ക്യാരക്ടർ ഞാൻ എഴുതിയിരിക്കുക. അതിൻ്റെ പേരാണ് ലംബോദരൻ നായർ. ആ രൂപവും ലംബോദരൻ നായർ കറക്റ്റാണ്, ആപ്റ്റ്. മോഹൻലാൽ ബാബു, അയാൾ വിടനാണ്. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ കാസ്റ്റ് വന്നപ്പോഴേ രാജു മാത്യു ഔട്ട് ഓഫ് മൂഡാണ്. ആ ശരിയാകത്തില്ല, ആൾക്കാർ കണ്ടിരിക്കത്തില്ല നടന്നവിടെ. അങ്ങനെയുണ്ട്. അങ്ങനല്ല അയാൾ വൃത്തിയായിട്ട് വേണ്ട മേൻ തലമേറ്റാ അത് ഏക്കുകയില്ല. അപ്പോൾ വേണു ഉണ്ട്. വേണു സെക്കൻഡ് ഹാഫിലേ എടുത്തുള്ളൂ. അയ്യോ, അവൻ പറ്റിയില്ല. ഫസ്റ്റ് ഹാഫിലേ വേണു വരണം. വേണു അത്ര മാർക്കറ്റുള്ള. സെക്കൻഡ് ഹാഫിലേ വേണു ഇല്ലെങ്കിൽ പടം പരാജയപ്പെടും. അവസാനം ടേക്ക് ഓഫാറായി. ഒരു കാര്യം വേണുവിനെ ആദ്യം വരുത്തും. വേണുവിനെ ആദ്യം വരുത്താമെങ്കിൽ മറ്റേ റോള് വേണേ അയാൾ ചെയ്യോട്ട്. എങ്ങനെ വേണുവിനെ ഫസ്റ്റ് ഹാഫിൽ എടുത്താന്നുണ്ടെങ്കിൽ മറ്റേ റോള് ബാബു ചെയ്തോട്ടെ. അങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത വേഷം ഞാൻ ചെയ്യേണ്ടി വരും. എനിക്ക് വെച്ച നിക്കറും വെനിയനെടുത്ത് നെടുമുടിയുടെ വയറിനകത്ത് കൊടുത്ത് അയാളെ കൊണ്ട് അവർക്ക് റെഡിപ്പിച്ചിട്ട് ഞാൻ മറ്റേ വേഷം ചെയ്തതാണ്. ലംബോദരൻ നേരെ മേക്കപ്പ് ഇടാൻ നേരത്തെ ഞാൻ പറഞ്ഞു, വേണു നിങ്ങളുടെ സ്റ്റാർഡത്തിൻ്റെ ശാപമാണ്, നിങ്ങൾ ചെയ്യുന്ന റോള് ഞാനാണ് ചെയ്യുന്നത്, എന്താ നിങ്ങൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ റോള് ചെയ്യിച്ചു. അങ്ങനെയാണ് മോഹൻലാൽ മറ്റേ റോള് ചെയ്യുന്നത്. അല്ലെ മോഹൻലാൽ ചെയ്യാൻ പറ്റില്ല. ആ മോഹൻലാൽ പിന്നെ എത്ര പടം ചെയ്തു. അമ്പിയുടെ കൂടെ, അപ്പം അമ്പിയുടെ പുള്ളി നെർവസായിരുന്നു. പാടാൻ വയ്യ, പാടാമെന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് പാടിക്കൂടാ. ശരിയാവും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പാട്ടുപാടി അഭിനയിക്കുന്ന വലിയ താരങ്ങളായി ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതല്ലേ. അതെ അതെ. ഞാൻ പറഞ്ഞ പോയിന്റ്, ഏറ്റവും കൂടുതൽ മോഹൻലാലിന് വേണ്ടി വാദിച്ച വക്കീൽ ഞാനത്. മോഹൻലാൽ ഇന്നും അറിഞ്ഞുകൂടാ പറഞ്ഞത്. കേൾക്കുമ്പോഴെങ്കിലും അറിയട്ടെ. അറിയണം, അതറിയണം. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഷാനവാസിലേക്ക് വന്നില്ല. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് എപ്പോഴും സംഘർഷത്തിലായിരിക്കും. സോ എന്തെങ്കിലും പുതുമയുള്ള സംഗതികൾ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയണ്ടേ, നിരന്തരമായ ഒരു ശ്രമം നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഇരുന്ന ഏതോ ഒരു നിമിഷത്തിൽ തോന്നി, ഈ പഴയ പ്രമാണം ആട് കാണുന്നിടത്ത് പൂട കാണുമെന്ന് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നിത്യഹരിത നായകനായ പ്രേംനസീറിൻ്റെ മകന് ഷാനവാസിനെ എന്തുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചുകൂടാ. ആദ്യം കേട്ടപ്പം ഭയങ്കര എതിർപ്പാണ്. ആൾക്കാർ പ്രേംനസീറിൻ്റെയും ഷാനവാസിൻ്റെയും മുഖം കമ്പയർ ചെയ്തിട്ട് ഷൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എൻ്റെ വിശ്വാസം എന്തെങ്കിലും അതിനകത്തൊരു സ്പാർക്ക് കാണും, ശ്രമിച്ചു നോക്കാം. അങ്ങനെ കരുതിയിട്ട് ഞാൻ നസീർ സാറിനെ കാണാനായിട്ട് തീരുമാനിച്ചാൽ പിന്നെ വേറൊരു ചിന്തയില്ല എനിക്ക്. ആരുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ പോകാറില്ല. നസീർ സാർ ആ സമയത്ത് TKBയുടെ ഏതോ ഒരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയങ്കീഴിനടുത്തും കണ്ടാണ് പടം, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ അറിയപ്പെടുന്നൊരു ഡയറക്ടറായി കഴിഞ്ഞു ആ സമയത്ത്. അപ്പം നസീർ സാറ് എന്നെപ്പറ്റി കേട്ടിരിക്കുന്നു വൃത്തിയായിട്ട്. ഞാൻ ചെന്നപ്പോൾ നസീർ സാർ മേക്കപ്പിലാണ്. എന്നെ കണ്ട പാടെ നസീർ സാറിൻ്റെ കാൾ ഷീറ്റിങ് പറഞ്ഞു തുടങ്ങി.
ഇവിടുന്ന് ഇത്ര ഇത് കഴിഞ്ഞ് ഇവിടെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോവും. അങ്ങനെ പറഞ്ഞത് വേറെ 6-7 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം ഞാൻ എന്തായാലും ഫ്രീ ആകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നസീർ സാർ ഒന്നും തോന്നരുത്, എനിക്ക് സാറിൻ്റെ ഡേറ്റ് വേണം, അത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ തൽക്കാലം വന്നത് സാറിന് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് ഷാനവാസിനെ വെച്ച് ഒരു പടം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളി അക്ഷരാർത്ഥം ഞെട്ടി എന്നുള്ളതാണ്. ഷാനവാസിനെ വെച്ചു പടം ചെയ്യണം നിങ്ങൾ? ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നി. അയ്യോ അവന് പറ്റുമോ, അവൻ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്കും സാറിനും ഇപ്പോൾ അവകാശപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി അങ്ങയുടെ കയ്യിലുണ്ട്. അതെന്താണ്? അതയാളെ യൗവനമാണ്. ചിരിച്ചു പുള്ളി. അല്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ടാണ് പ്രമേയതകളിലേക്കുള്ള പ്രപ്പോസൽ ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഷാനവാസ് വരുന്നത്. തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് അല്ല, അത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതെ. കാരണം പിന്നെ പെരുമാറ്റത്തിലൊക്കെ നസീർ സാറിൻ്റെ എന്താ അതേ ടൈപ്പാണ് പുള്ളി, വളരെ ആരെയും വെറുപ്പിക്കുകയില്ല. അങ്ങനെ ഗുണമുണ്ട്. നസീർ സാറിന് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു, നല്ലത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചില അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം അവസാന കാലത്ത് ചാൻസ് അന്വേഷിച്ചു അതൊക്കെ ചുമ്മാ പറയുന്നു. അങ്ങനെ ഒരു വിധിയൊന്നും അത് ഉണ്ടാകട്ടേയില്ല. ഈ വാസ് തറോ ജെന്റിൽമാൻ. എന്താ പറയുക, പുള്ളിയുടെ കാര്യം ചെയ്യും, പുള്ളി പോകുത്തറാൻ. എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ഒരു മോർ ദാൻ ആൻ ആക്ടർ ബന്ധമായിരുന്നു. എൻ്റെ ഒരു റോൾ മോഡൽ വരുന്നത് അദ്ദേഹം. ഇപ്പം മുമ്പൊരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങൾ സിനിമയിലില്ല, വന്നു ചേർന്നാണെല്ലാം. അങ്ങനെ വന്നു ചേർന്നൊരു സൗഹൃദമാണോ വേണു നാഗവള്ളിയുമായിട്ടുള്ളത്? അത് അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഞാൻ തിരിച്ചും ചോദിക്കും, സൗഹൃദമാണ് നിങ്ങളുടെ സിനിമയിൽ സൗഹൃദം എന്ന് പറയുന്ന വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. എൻ്റെ എത്ര സിനിമകളിൽ വേണു നാഗവള്ളി വന്നിട്ടുണ്ട്, എത്രയോ സിനിമകളിൽ. വേണു നാഗവള്ളി ഒരു ആക്ടറായി ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ആൾ ഞാൻ. വേണു നാഗവള്ളിയുടെ മാർക്കറ്റ് നോക്കിയിട്ടല്ല പടത്തിയിട്ടത്, പറയാൻ പറ്റും. എത്ര പടത്തെ എൻ്റെ തുല്യമായ റോള് എനിക്ക് എന്നോടൊപ്പം എത്രയോ പടങ്ങളിൽ. പിന്നെ വേണുവിൻ്റെ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാണെന്നുള്ളത്. വേണുവിനെ പഠിച്ചത് ഞാനല്ലേ, ഞാനാ പഠിച്ചത്. എന്നേക്കുമായി നീ പറഞ്ഞു ഒരു പാട്ടുണ്ട് ഭയങ്കര കഥയിൽ. ഓക്കെ, പിന്നീട് വേണുവിൻ്റെ ആദ്യത്തെ ചിത്രം സുഗമദേവി ഉണ്ടാകാനുള്ള മൂലകാരണം ബാലേന്ദ്ര മേനോനാണ്. ആണല്ലേ? പിന്നെ അതെന്താണത്? അയ്യോ എന്തായി പറഞ്ഞത്, അത് ബാലൻ്റെ വീഡിയോ ഉണ്ടല്ലോ. അതായത് ഗാന്ധിമതി ബാലൻ കൊല്ലത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഡേറ്റ് ചോദിച്ചു, ഒരു പടം ചെയ്യാം. ആ സമയത്ത് എൻ്റെ 2-3 പടമുണ്ട്. ഞാൻ അറിയാതെ സത്യമാണ് പറഞ്ഞത്, വരാം, ഞാൻ ഇത് കഴിഞ്ഞാൽ അടുത്തത് ഈ വർഷം അങ്ങനെ പോകും. ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബാലനതിന് വികാരപരമായി ഈ വർഷം പറ്റില്ലല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞാൻ വരാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഫ്രീ ആകുമ്പം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ കാത്തിരുന്നോളൂ, ഇന്ന് വാങ്ങിക്കുന്നു 10 രൂപ കൂടുതൽ ഞാൻ വാങ്ങി. ചിരിച്ചോണ്ടാ പറഞ്ഞു. അങ്ങനെ ഒരു സുഖകരമായൊരു ഒരസലുണ്ടായി. പിന്നെ ബാലിനെ ഒഴിവാക്കി തുടങ്ങി. ബാലിനെ ഒഴിവാക്കുന്നു. അപ്പം എൻ്റെ കണ്ടീഷൻ എന്താണ്, ഫ്രീ ആകുമ്പം പുള്ളി വരാനാണ് ചെയ്യുന്നത്, ഫ്രീ ആവണ്ടേ. അങ്ങനെ അത് ഒരു ഈഗോ പ്രശ്നമായിട്ട് വന്നു. ബാലിൻ്റെ പടം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പൈങ്കിളി കരുണാസ് വിടുന്നു. ഉടനെ വേണു നാഗവള്ളി രംഗത്ത് വരുന്നു. ബാലനെ വിളിക്കും, ഞാൻ ബാലേന്ദ്രനെ സേവ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഇടണം. ശരി എന്ന് പറയുന്നു. ഇവരെന്നെ സംസാരിക്കുന്നു. ഞാൻ ഇരിക്കുമ്പോഴാണ്
സംസാരിക്കുമ്പോൾ തെറ്റുന്നു. തെറ്റി പെട്ടെന്ന് തെറ്റിയിട്ട് വെള്ളമാണ് ഇവർ പറഞ്ഞിങ്ങനെ എനിക്ക് എടുക്കേണ്ട കാര്യമില്ല, എടുക്കുന്നത് വേണോ കാര്യമെന്നു. പിന്നെ പുള്ളി കൊച്ചുവർത്തനായി, എടാ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ ആഭരണം വാങ്ങിച്ച് പണയം വെച്ചിട്ട് നീ ഡൽഹി പോയി താമസക്കാരിയുണ്ടോ? എനിക്കറിയാമേ, ഞാനാ പറഞ്ഞത് ഭാര്യ പറഞ്ഞോ, ഇല്ല എടുക്കാം, ഇല്ല, വഴക്കായി, തല്ലി പിരിയുന്നു. പിറ്റേ ദിവസം ഗീതോടലിരിക്കുമ്പം വാരം വന്ന് കയറുന്നു, ഓരോ കഥ. എന്ന് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു പടം നമുക്ക് ചെയ്യാം, മറ്റേ വിരോധം കാണണം. ഞാൻ വിരോധന ഞാൻ ഫ്രീയല്ല, നിങ്ങൾക്കിപ്പം നല്ലൊരു അവസരമുണ്ട്. അത് പറയാൻ കാരണം അന്ന് പകൽ വേണുനാവില്ല ദുഃഖിതനായിട്ട് ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം ദുഃഖം വന്നു. ഭാര്യ എൻ്റെ ജീവിതം ഇങ്ങനെ ഭയങ്കരമായിരിക്കും, എന്താ വേണു കുഴപ്പം? അല്ലാതെ ഞാൻ ആലോചിക്കുക, ഞാൻ കുറേ പടങ്ങൾ അഭിനയിച്ചു, ഒരു കാര്യമൊന്നുമില്ല. ഞാൻ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത പടത്തിലൊക്കെ ഡയറക്ടേഴ്സുമായിട്ട് ഞാൻ നല്ല സഹകരണം എനിക്ക് പണ്ടായിരിക്കാൻ പറ്റും, താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ പറ്റുമോ? എനിക്ക് തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ ദിവസം രാത്രിയിൽ വല വന്നു. വല ഒരു നല്ല പ്രപ്പോസലുണ്ട്, നിങ്ങൾ വേണമെന്ന് വെച്ചൊരു പടം ചെയ്യും, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പടം ചീപ്പായിട്ട് തീരും. അയ്യോ ഇന്നലെ കേട്ട തെറി പോലെ, തെറിയായിട്ട് പ്രശ്നമില്ല, പ്രൊഡക്ഷനായത്. പാലിൽ നിന്ന് കൈ പിടിച്ചായി കൊടുത്ത പടമാണ് സുഗമോദേവി. ചരിത്രമായി ആ പടം ഹിറ്റായി, എൻ്റെ പടം ഓടിയില്ല. വകരുതി ഇത്രയുമാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ആർക്ക്? വേണുനാവളിക്ക്. വേണുനാവളി എനിക്കെന്ത് തോന്നുന്നു? അതിൻ്റെ വിഷമമുണ്ടായിട്ടുണ്ടോ? എന്തിന് ഇല്ല. ഇത് തന്നെ മണിയമ്പിള്ളയോട് അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. മണിയമ്പിള്ള നായകനാക്കി. മണിയമ്പിള്ള ഇങ്ങോട്ട് വന്നിരത്തില്ല. അതെ, അതേ ഒരുപാട് വേണ്ടം പ്രൊഡ്യൂസ് ചെയ്തു. അല്ലൊന്നും നായകനായാലും വല്ല ഒരു ചെറിയ വിഷം ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനെ ഐ ഡോണ്ട് കെയർ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ശ്രദ്ധിക്കാറില്ല.